ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം. എന്താണ് ബിറ്റുമിൻ കോട്ടിംഗ്? ഇത് കൊണ്ട് ഉപയോഗമുണ്ടോ? അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കുറേ കമൻസ് ആണ്, ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഉപയോഗവും ഇല്ല. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സ്ഥിരം ബെൽറ്റ് വാർത്തതിന് ശേഷം പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫിങ് അടിക്കുന്നുണ്ട്, അതും ബിറ്റുമിൻ കോട്ടിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ഇല്ലാത്തത്? പിന്നെ ഇത് 100% സാറ്റിസ്ഫിക്കേഷൻ തരുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കേണ്ട കാര്യം, ബിറ്റുമിൻ കോട്ടിങ് ഒരിക്കലും നമുക്ക് 100% വാട്ടർ പ്രൂഫിങ് അല്ല. അത് നമ്മളൊരു പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60-70% മാത്രമാണ് നമ്മുടെ ഈ ബിറ്റുമിൻ കോട്ടിങ് വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ വെയിലത്ത് നമ്മുടെ പ്ലിന്ത് ബീം അങ്ങ് ഇട്ടേക്കും. അങ്ങനെ ഒരിക്കലും ഇട്ടിരിക്കില്ല. കാരണം നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് ആ ഒരു മെംബ്രെയിൻ സൺലൈറ്റിൻ്റെ റേസ് താങ്ങാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലാകുമ്പോഴത്തേക്കും ഇതിൽ ക്രാക്കും കാര്യങ്ങളും വന്ന് തുടങ്ങും. നമ്മുടെ വാങ്ങുന്ന, ഇപ്പോൾ ഡോക്ടർ ഫിക്സിറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്, ഇതിങ്ങനെ അടിച്ചങ്ങ് ഇട്ടേക്കുവാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മളിത് വാട്ടർ പ്രൂഫിങ് 2 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു 3-ാമത്തെ ദിവസം മുതൽ തന്നെ നമ്മുടെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ഈ 60-70% വാട്ടർ പ്രൂഫിങ് അതിൻ്റെതായ പണി ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് അത് ഇട്ടിരുന്നാൽ അതിൽ നമ്മുടെ ഈ സൺലൈറ്റ് കാര്യം, മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക്, മെംബ്രന് ഇളവ് പോകുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അത് നമ്മളെ കാപ്പിലറി റൈസിനെ ഒരു കാരണവശാലും അത് അഫക്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ചുവര് നനയ തന്നെ ചെയ്യും, പുട്ടിയളവ് തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അത് ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കോൺട്രാക്ടർ അടിച്ചു കഴിഞ്ഞ് 3 ദിവസത്തിൽ കെട്ട് തുടങ്ങുന്നോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം അത് അടിക്കാനും സമ്മതിക്കേണ്ടത്. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ സർഫസ് നല്ല ക്ലീൻ ആയിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടിട്ട് ഒരു 2-3 ദിവസം നല്ല ഡ്രൈ ആയിട്ട് അടിച്ചാലും കുഴപ്പമില്ല. അതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. എങ്കിൽ മാത്രമേ ഈ ബിറ്റുമിൻ കോട്ടിംഗ് കൊണ്ട് നമ്മളൊരു വാട്ടർ പ്രൂഫിന്റെ ഒരു 70% എങ്കിലും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകൾ അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ്. ബൈ.